ഡിസെൻട്രിക്ക് സ്കാനിംഗ് നടത്തി 10,000 വെട്ടിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പണം വാരിക്കൊടുക്കുന്ന സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഗുണനിലവാരമുള്ള മരുന്നില്ല. ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല. ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കില്ല. മടുത്ത ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളാണുള്ളത്. എല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർ. വീട്ടുകാരും ഡോക്ടർമാരും ഒരുപോലെ ഉപേക്ഷിക്കുന്നവർ. അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. പക്ഷേ മരണം കാത്തുകിടക്കുന്ന ഈ രോഗികളുടെ അവസാന കാലത്ത് കഴിയുന്നത്ര സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഇവിടെ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ട്. അതിന് ശിവേട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ മോഹിച്ചു. മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതി. അല്ലാതെ അമ്മ പറയുന്നത് കേട്ട് എന്നെ ഗുണദോഷിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ എം സോറി മഞ്ജു. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗ്രിറ്റ് ആൻഡ് ഗുഡ് ഇന്റൻഷൻസ്. കാരി ഓൺ. നമ്മുടെ ഭരണം വന്നിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയില്ലേ സഖാവേ? ആ ആന്റോയെ ഞങ്ങളെല്ലാവരും കൂടിയാ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ടും അന്നാറ് ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കടലിൽ കല്ലിട്ടത്തൊക്കെ ചെന്ന് നോക്കിയേ. എല്ലാം കടലെടുത്ത് പോയി. എത്ര കുടിലുകളോ ഒലിച്ചു പോയതെന്ന് അറിയാമോ സഖാവേ? പരിഭവപ്പെടാതെ അമ്മേ, നമുക്ക് ശരിയാക്കാം. ഇവര് പറഞ്ഞത് നേരാ. മേയറായ പിന്നെ ആന്റോ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഹലോ, യെസ്, മേയർ സ്പീക്കിംഗ്. നോ, അത് നടക്കില്ല. ഐ ആം ടുഡേ വെരി ബിസി. ഞാൻ ഭയങ്കര തിരക്കിലാണ്. അതെ, അല്ല, രാവിലെ 10 മണിക്ക് ഭക്ഷ്യമേളയിൽ ദോശ പ്രദർശന ഉദ്ഘാടനം. ഉച്ചയ്ക്ക് 2 മണിക്ക് സാഹിത്യ സെമിനാറിൽ പ്രഭാഷണം. രാത്രി 10 മണിക്ക് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിൽ മുഖ്യ അതിഥി. കൂട്ടയോട്ടമല്ല സാർ, കൂടിയാട്ടം. രണ്ടും ഒന്നിടോ. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കയറി. നോൺസെൻസ്. അല്ല, എന്റെ പി എടുത്ത് പറഞ്ഞതാ. ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രോഗ്രാമിന് ഇന്ന് ടൈംസ് ഇല്ല. അതുകൊണ്ടാണ് മറ്റൊന്ന് വിചാരിക്കുന്നത്. വേറൊരു അവസരത്തിലാവട്ടെ. നമസ്കാരം. അപ്പോ മേയറുടെ ഫോറിൻ ടൂർ എവിടേക്കാ? പാരീസ്, ലണ്ടൻ, ജപ്പാൻ, അമേരിക്ക, ഉഗാണ്ട, എത്യോപ്യ, കോസ്റ്റോറിക്ക, ചെന്നൈ. പിന്നെ മറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല. മേയർ ഇതങ്ങ് ഒന്ന് നോക്കണോ സാർ, ഇത് ഇവരുടെ ഐസ്ക്രീം പാർലർ എൻക്രോച്ച്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ അയച്ച നോട്ടീസാ. കടയുടെ ഒരു ഭാഗം 10-15 അടി കൂടുതലായി മുന്നോട്ട് എടുത്തിട്ടുണ്ട്.